ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് പ്ലസ് ടുവിലെ തേർഡ് ചാപ്റ്റർ മെട്രിക്സിൻ്റെ തേർഡ് ക്ലാസ് ആണ്. അതായത് ട്രാൻസ്പോസ് ഓഫ് ദ മെട്രിക്സിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എ എന്നുള്ള മെട്രിക്സ് ഒരു m/n ഓർഡറിലുള്ള മെട്രിക്സ് ആണ്. m/n എന്ന് പറഞ്ഞാൽ m റോസും n കോളംസും ഉള്ള മെട്രിക്സ് ആണ് എ എങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസ് കിട്ടുന്നത് ദ മെട്രിക്സ് ഒബ്റ്റെയിൻഡ് ബൈ ഇൻ്റർചേഞ്ചിങ് ഇറ്റ്സ് റോസ് ആൻഡ് കോളംസ്. അതായത് ഈ എ എന്നുള്ള മെട്രിക്സിൻ്റെ റോസും കോളംസും ജസ്റ്റ് ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതാം. അങ്ങനെ കിട്ടുന്ന മെട്രിക്സിനെയാണ് ട്രാൻസ്പോസ് ഓഫ് ദ മെട്രിക്സ് എ എന്ന് പറയുന്നത്. അതിൻ്റെ ഓർഡർ എന്തായിരിക്കും? നേരെ തിരിച്ച് n/m ആയിരിക്കും. റോസും കോളംസും തിരിച്ച് എഴുതുമ്പോൾ ഓർഡറും ചേഞ്ച് വരും. ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ എ ഡാഷ് ഓർ എ ടി. ട്രാൻസ്പോസ് ഓഫ് ദ മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത് എ റൈസ് ടു ടി എന്നും അല്ലെങ്കിൽ എ ഡാഷിനും ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു മെട്രിക്സ് എ എന്നുള്ള മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1 2 5 3 6 -3. ഈ മെട്രിക്സിൻ്റെ ഓർഡർ എത്രയാണ്? എത്ര റോസ് ഉണ്ട്? 2 റോസ് ഉണ്ട്. ബൈ എത്ര കോളംസ് ഉണ്ട്? 3 കോളംസ് ഉണ്ട്. അപ്പോൾ 2/3 ആണ് ഈ മെട്രിക്സിൻ്റെ ഓർഡർ. നമുക്കിതിൻ്റെ ട്രാൻസ്പോസ് എങ്ങനെ എഴുതണമെന്ന് നോക്കാം. എ ഡാഷ് ഈക്വൽ ടു റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യണം എന്നാണ്. അതായത് ഫസ്റ്റ് റോ നമ്മൾ ഫസ്റ്റ് കോളോക്കി എഴുതണം, സെക്കൻഡ് റോ സെക്കൻഡ് കോളോക്കി എഴുതണം. അങ്ങനെയാണ് റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സ് 1 2 3, അത് 1 2 5 അത് കോളമായിട്ട് എഴുതാം. സെക്കൻഡ് റോ 3 6 -3 എന്നാണ്, അത് കോളമായിട്ട് എഴുതുമ്പോൾ 3 6 -3. ഇതാണ് എ എന്നുള്ള മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ്. ഇനി ഇവിടെ നോക്കിയേ, എത്ര റോസ് ഉണ്ട്? 3 റോസ് ഉണ്ട്. എത്ര കോളംസ് ഉണ്ട്? 2 കോളംസ് ഉണ്ട്. അപ്പോൾ ഓർഡർ നേരെ തിരിച്ച് വരും, 3/2 എന്ന് വരും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളമാക്കി എഴുതാം, സെക്കൻഡ് റോ എടുത്ത് സെക്കൻഡ് കോളമാക്കി എഴുതാം. ഇനി തേർഡ് റോ ഉണ്ടെങ്കിൽ തേർഡ് കോളമാക്കി എഴുതണം. ഇതിനെയാണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്കൊന്ന് പരിചയപ്പെടാം. നാല് പ്രോപ്പർട്ടീസാണ് ഇതിനുള്ളത്. പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വൺ, എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ അതിൻ്റെ വീണ്ടും ട്രാൻസ്പോസ് എടുത്താൽ ആ സെയിം മെട്രിക്സ് തന്നെ കിട്ടും. നമ്മൾ ഇതിനെ ബേസ് ചെയ്ത് പ്രോബ്ലംസ് നെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കെ എ ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ട്രാൻസ്പോസ്. അതും പ്രോബ്ലം വൈസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് കോൺസ്റ്റൻറ്റ് ഇൻറ്റു എ, ഒരു കോൺസ്റ്റൻറ്റും ഒരു മെട്രിക്സും കൂടി മൾട്ടിപ്പിൾ ചെയ്തിട്ട് ട്രാൻസ്പോസ് എടുത്താലും ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്താലും സെയിം തന്നെ ആയിരിക്കും. വേർ കെ ഈസ് എനി കോൺസ്റ്റൻറ്റ്, വേർ കെ ഈസ് എനി കോൺസ്റ്റൻറ്റ്, ഏത് കോൺസ്റ്റൻറ്റ് വേണമെങ്കിലും ആവാം. തേർഡ് വൺ, എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു. രണ്ട് മെട്രിക്സ് ആഡ് ചെയ്ത് ട്രാൻസ്പോസ് എടുത്താലും രണ്ട് മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടിട്ട് ആഡ് ചെയ്താലും സെയിം ആൻസർ ആയിരിക്കും. അതായത് എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. ഇത് തന്നെയാണ് മൈനസിനും. അപ്പോൾ ഒരുമിച്ച് നമുക്ക് കൊടുക്കാതെ. ഇനി ഫോർത്ത് വൺ, എ ഇൻറ്റു ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു. രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്നാണ് ആൻസർ. എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് എന്നല്ല, നേരെ റിവേഴ്സ് തിരിച്ചാണ് വന്നത്. ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ് ഈക്വൽ ആയിട്ട് വന്നത്. അപ്പോൾ 4 പ്രോപ്പർട്ടീസ് ക്ലിയർ ആയല്ലോ. എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ആയിരിക്കും. കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കാണുന്നതും സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ ആൻസർ സെയിം ആയിരിക്കും. ആഡ് ചെയ്യുമ്പോഴും സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴുള്ളതിൻ്റെ റീസണാണ് ആ തന്നിരിക്കുന്നത്. ഇനി പ്രൊഡക്റ്റ് കാണുമ്പോൾ ഉള്ളത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്നാണ് വന്നത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചത് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ എന്നാണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, കൺസിഡർ ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 2 1 3 5. ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. വെരിഫൈ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. ഫസ്റ്റ് പ്രോപ്പർട്ടിയാണിത്.
സെക്കൻഡ് വൺ കെ ഇൻറ്റു എ ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു കെ എ ട്രാൻസ്പോസ്. രണ്ടും വെരിഫൈ ചെയ്യാം. നമ്മൾ രണ്ട് പ്രോപ്പർട്ടീസായിട്ട് പഠിച്ചേക്കുന്നതാണ്. പ്രോബ്ലത്തിൽ വെരിഫൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ എ ട്രാൻസ്പോസ് കണ്ടിട്ട് വേണം അതിൻ്റെ ട്രാൻസ്പോസ് എഴുതാൻ. എ എന്നുള്ള മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എ ട്രാൻസ്പോസ് നമുക്ക് എഴുതാമല്ലോ. റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി എന്നാണ് പഠിച്ചേക്കുന്നത്. ഫസ്റ്റ് റോയിൽ 2 1 ആണ്, അത് ഫസ്റ്റ് കോളമായിട്ട് എഴുതാം. സെക്കൻഡ് റോയിൽ 3 5, അത് സെക്കൻഡ് കോളമായിട്ട് എഴുതാം. ഇതാണ് എ ട്രാൻസ്പോസ്. അപ്പോൾ നമുക്ക് എ ട്രാൻസ്പോസ് ആണ് കിട്ടിയേക്കുന്നത്. ഇനി അതിൻ്റെ ട്രാൻസ്പോസ് ഒന്നുകൂടി കാണാം. എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണോ എ ട്രാൻസ്പോസ് കിട്ടിയത് അതിൻ്റെ ട്രാൻസ്പോസ് ഒന്നുകൂടി എഴുതാം. അതായത് ഈ കിട്ടിയേക്കുന്ന ആൻസറിൻ്റെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യുക. ഫസ്റ്റ് റോ എന്തായിട്ട് എഴുതാം? ഫസ്റ്റ് കോളമായിട്ട് എഴുതാം. സെക്കൻഡ് റോ സെക്കൻഡ് കോളമായിട്ട് എഴുതാം. നോക്കിയേ, നമുക്ക് എ എന്നുള്ള മെട്രിക്സ് തന്നെയല്ലേ കിട്ടിയേക്കുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു എ. ഫസ്റ്റ് വണ്ണിൻ്റെ പ്രൂഫായി. ക്ലിയർ ആയല്ലോ? ഒരു മെട്രിക്സിൻ്റെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്താണ് നമ്മൾ ട്രാൻസ്പോസ് എടുക്കുന്നത്. അതിൻ്റെ ട്രാൻസ്പോസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ മെട്രിക്സിൻ്റെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന എ എന്നുള്ള മെട്രിക്സ് തന്നെയായിരിക്കും കിട്ടുന്നത്. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ കെ ഇൻറ്റു എ ഓൾ ട്രാൻസ്പോസ് ആണ് വന്നേക്കണം. അപ്പോൾ ആദ്യം നമ്മൾ കെ എ എന്നുള്ള മെട്രിക്സ് കണ്ടുപിടിക്കണം. കെ വെച്ച് എയുടെ എല്ലാത്തിനെ കോൺസ്റ്റൻറ്റ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കെ വെച്ച് ഓൾ എലമെൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു കെ എന്ത് വരും? 2k. 1 ഇൻറ്റു കെ 1k. 3 ഇൻറ്റു കെ 3k. 5 ഇൻറ്റു കെ 5k. ഇതാണ് കെ എ എന്ന് പറഞ്ഞാൽ. ഇനി അതിൻ്റെ ട്രാൻസ്പോസ് ആണ് വേണ്ടത്. ബ്രാക്കറ്റിലുള്ളത് ആദ്യം കാണണം, എന്നിട്ട് വേണം ട്രാൻസ്പോസ് എടുക്കാൻ. അപ്പോൾ കെ എ ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു, ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കാണാതെ ഇതിൻ്റെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമായിട്ട് എഴുതാം. സെക്കൻഡ് റോ സെക്കൻഡ് കോളമായിട്ട് എഴുതാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ കെ എ ഓൾ ട്രാൻസ്പോസ് നമുക്ക് കിട്ടി. നമുക്ക് വേണ്ടത് കെ ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. എ ട്രാൻസ്പോസ് ഓൾറെഡി നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ട്. ഇൻറ്റു കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ട്രാൻസ്പോസിലെ എല്ലാ എലമെൻസിനെയും എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് കെ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്നുള്ള മെട്രിക്സ് 2 3 1 5 ആണ്. നമുക്കറിയാം സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എല്ലാ എലമെൻസും കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അതായത് 2k 3k k 5k എല്ലാ എലമെൻസിനെയും കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. രണ്ട് മെട്രിക്സും സെയിം അല്ലേ കിട്ടിയേക്കുന്നത്? ഈ മെട്രിക്സ് തന്നെയാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. അതായത് കെ എ ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ട്രാൻസ്പോസ്. ക്ലിയർ ആയോ? സെക്കൻഡ് പ്രോബ്ലം നമ്മൾ തേർഡും ഫോർത്തും പ്രോപ്പർട്ടീസ് പഠിച്ചായിരുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് നോക്കാം. സെക്കൻഡ് പ്രോബ്ലം, ഇഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു മെട്രിക്സ് 3 4 -1 2 0 1 and B is equal to matrix -1 2 1 1 2 3, then verify that first sub question A plus B all transpose equal to A transpose plus B transpose. Second sub question A minus B all transpose equal to A transpose minus B transpose. നമ്മൾ തേർഡ് പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ചതാണ്. അതായത് എ ട്രാൻസ്പോസ് ആണ് തന്നേക്കുന്നത്, എ എന്നുള്ള മെട്രിക്സ് അല്ല, ഇവിടെ ബി ആണ് തന്നേക്കുന്നത്. അപ്പോൾ എ ട്രാൻസ്പോസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് മെട്രിക്സ് കിട്ടും? എ എന്നുള്ള മെട്രിക്സ് കിട്ടും. എ ട്രാൻസ്പോസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചായിരുന്നു എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് ആണ് എ എന്ന് പറഞ്ഞാൽ. അതായത് എ ട്രാൻസ്പോസിൻ്റെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്താൽ എ കിട്ടും, എയുടെ റോയും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്താൽ എ ട്രാൻസ്പോസും കിട്ടും. അപ്പോൾ എ ട്രാൻസ്പോസിൻ്റെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്തതാണ് എ, എയുടെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്തതാണ് എ ട്രാൻസ്പോസ്. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമായിട്ട് എഴുതാം, സെക്കൻഡ് റോ സെക്കൻഡ് കോളമായിട്ട് എഴുതാം, തേർഡ് റോ തേർഡ് കോളമായിട്ട് എഴുതാം. അപ്പോൾ എ കിട്ടി. ഓൾറെഡി ക്വസ്റ്റ്യനിൽ ബി തന്നിട്ടുണ്ട്, -1 2 1 1 2 3.
നമ്മുടെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ ആദ്യം LHS കാണണമെങ്കിൽ A+B കാണണം, എന്നിട്ട് വേണം ട്രാൻസ്പോസ് എടുക്കാൻ. അപ്പോൾ A+B എന്നുള്ള മെട്രിക്സ് എന്ത് വരും നോക്കി, എയും ബിയും കൂടി ആഡ് ചെയ്യാനാണ്. എ എന്നുള്ള മെട്രിക്സും ബി എന്നുള്ള മെട്രിക്സും ആഡ് ചെയ്യണത് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അതായത് 3 + -1 എത്ര കിട്ടും? 3 + -1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2. -1 + 2 തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ നിങ്ങളത് ആഡ് ചെയ്ത് എഴുതുക. 3 + -1 ആണ് ആദ്യം. അടുത്തത് -1 + 2. അടുത്തത് 0 + 1. നെക്സ്റ്റ് 4 + 1. 2 + 2. 1 + 3. എത്ര കിട്ടും മെട്രിക്സ്? 3 + -1 എന്ന് പറഞ്ഞാൽ 2. -1 + 2 എന്ന് പറഞ്ഞാൽ 1. 0 + 1 എന്ന് പറഞ്ഞാൽ 1. 4 + 1 5. 2 + 2 4. 1 + 3 4. ഇതാണ് A+B എന്നുള്ള മെട്രിക്സ്. എന്നിട്ട് വേണം അതിൻ്റെ ട്രാൻസ്പോസ് കാണാൻ. A+B എന്നുള്ള മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യുക. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആയിട്ട് എഴുതണം, സെക്കൻഡ് റോ സെക്കൻഡ് കോളമൊക്കെ എഴുതണം. ഇതാണ് LHS. ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം അതിന്. LHS നമ്മൾ കണ്ടുപിടിച്ചു. ഇനി RHS കാണണം. RHS കാണാൻ വേണ്ടിയിട്ട് A ട്രാൻസ്പോസും B ട്രാൻസ്പോസും കണ്ടിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. A ട്രാൻസ്പോസ് നമുക്ക് ഓൾറെഡി അറിയാം, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ Aയുടെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. എന്താണ് A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 4 -1 2 0 1. എന്താണ് B ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യാന്നാണ്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമൊക്കെ ചെയ്താൽ -1 2 1. സെക്കൻഡ് റോ 1 2 3. അപ്പോൾ നമുക്ക് A ട്രാൻസ്പോസും കിട്ടി, B ട്രാൻസ്പോസും കിട്ടി. ഇനി ഇത് ആഡ് ചെയ്യാനാണ്. അതായത് A ട്രാൻസ്പോസ് + B ട്രാൻസ്പോസ് = ഫസ്റ്റ് എലമെൻറ്റ്സ് 3 + -1 4 + 1. -1 + 2 2 + 2. 0 + 1 1 + 3. എന്ത് കിട്ടും ആൻസർ? 3 + -1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2. 4 + 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5. -1 + 2 എന്ന് പറഞ്ഞാൽ 1. 2 + 2 4 1 4. LHSും RHSും നമുക്ക് കിട്ടി. ഞാൻ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയേ. മെട്രിക്സ് സെയിം മെട്രിക്സ് അല്ലേ കിട്ടിയേക്കുന്നത്? 2 5 1 4 1 4. അത് തന്നെയാണ് ഇവിടെയും കിട്ടിയേക്കുന്നത്. അതായത് A+B all transpose = A - B all transpose from 1 and 2. A+B all transpose = A transpose + B transpose. ഇപ്പോൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഇനി നമുക്ക് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ വേണം. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ കാണാൻ ഇതേപോലെ തന്നെയാണ്, പക്ഷേ നടുക്ക് കൊടുക്കേണ്ടത് മൈനസാണ്. അപ്പോൾ LHS നമ്മൾ ആദ്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ, സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ്റെ LHS ചെയ്യണം എന്നുണ്ടെങ്കിൽ എയും ബിയും കൂടി എന്താ ചെയ്യേണ്ടത്? മൈനസാണ് ചെയ്യേണ്ടത്. A - B എന്നുള്ള മെട്രിക്സാണ് ആദ്യം കാണേണ്ടത്. അതായത് 3 - -1 -1 - 2 0 - 1. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് മൈനസ് ചെയ്യുക. 4 - 1 2 - 2 1 - 3. എന്ത് കിട്ടും മെട്രിക്സ്? നെഗറ്റീവും പ്ലസ് ആവും. ഇപ്പോൾ 4 വരും. -1 - 2 എന്ന് പറഞ്ഞാൽ -3. 0 - 1 -1 ആണ്. 4 - 1 3 2 - 2 0 1 - 3 -2. ഇതാണ് നമ്മുടെ മെട്രിക്സ്. അതിൻ്റെ ട്രാൻസ്പോസ് ആണ് വേണ്ടത്. A - B ട്രാൻസ്പോസ് = റോസും കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്യാനാണ്. 4 - 3 -1 എന്ന് വരും. സെക്കൻഡ് റോ 3 0 -2 സെക്കൻഡ് കോളമായിട്ട് ചെയ്ത ഇക്വേഷൻ 1. ഇനി RHS കാണണമെങ്കിൽ ഇതേപോലെ തന്നെ A ട്രാൻസ്പോസും B ട്രാൻസ്പോസും നമ്മൾ എഴുതണം. എന്നിട്ട് അത് തമ്മിൽ എന്ത് വേണം ചെയ്യാനായിട്ട്? മൈനസാണ് ചെയ്യേണ്ടത്. A ട്രാൻസ്പോസും B ട്രാൻസ്പോസും നമ്മൾ എഴുതിയിട്ടുണ്ട്. A ട്രാൻസ്പോസ് - B ട്രാൻസ്പോസ് ആണ് കാണേണ്ടത്. അതായത് 3 - -1 4 - 1 -1 - 2 2 - 2 0 - 1 1 - 3. എത്ര കിട്ടും ആൻസർ? മൈനസ് മൈനസും പ്ലസ് വരും. 4 3 -3 0 -1 -2. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയേ. 4 3 -3 0 -1 -2. സെയിം മെട്രിക്സ് തന്നെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഫ്രം 1 and 2
എന്ത് വരും? എ മൈനസ് ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ്. ഇത് നമ്മൾ തേർഡ് പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ച കാര്യമാണ്. ഇനി ഫോർത്ത് പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ച കാര്യമാണ് നെക്സ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്യുന്നത്. Third question, if A is equal to matrix 2 3 1 4 1 2, B is equal to matrix 1 1 2 minus 2 1 1. Prove ചെയ്യേണ്ടത് verify that ഏതാണ് ഫോർത്ത് പ്രോപ്പർട്ടി? എ ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എൽ എച്ച് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ട്രാൻസ്പോസ് എടുക്കാൻ. അപ്പോൾ എൽ എച്ച് എസ് കാണാനായിട്ട് എ ബി എന്നുള്ള മെട്രിക്സ് എടുക്കണം. എ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഇൻറ്റു ബി എന്നാണ്. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 3 1, ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി എന്നുള്ള മെട്രിക്സ് 1 1 2 മൈനസ് 2 1 1. ഇങ്ങനെയാണ് രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ്. രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും എടുത്ത് വേണം ചെയ്യാൻ. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് 2 × 1 പ്ലസ് 3 × 1 പ്ലസ് 1 × 2. ഫസ്റ്റ് കോളം വെച്ച് കഴിഞ്ഞു. ഇനി സെക്കൻഡ് കോളം വെച്ചാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് എലമെൻറ്റ് ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും തമ്മിൽ എന്ത് വരും? 2 × -2 പ്ലസ് 3 × 1 പ്ലസ് 1 × 1. ഇനി അടുത്ത റോ വെച്ചിട്ട് വേണം അടുത്ത ഇതിൽ എഴുതാനായിട്ട്. നെക്സ്റ്റ് റോ വെച്ച് എഴുതുമ്പോൾ ഈ റോയിലെ എലമെൻറ്റ്സ് വേണം എടുക്കാൻ. 4 × 1 പ്ലസ് 1 × 1 പ്ലസ് 2 × 2. അടുത്ത കോളമായിട്ട് വരുമ്പോൾ 4 × -2 പ്ലസ് 1 × 1 പ്ലസ് 2 × 1. മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 × 1 2 പ്ലസ് 3 പ്ലസ് 2. അടുത്തതിൽ 4 പ്ലസ് 1 പ്ലസ് 4. നെക്സ്റ്റ് -4 പ്ലസ് 3 പ്ലസ് 1 -8 പ്ലസ് 1 പ്ലസ് 2. ഏതാണ് മെട്രിക്സ് കിട്ടണത്? 2 പ്ലസ് 3 5 5 പ്ലസ് 2 7. -4 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ -1 ആണ്. -1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്തായി പോവും? 0 ആയി പോവും. 4 പ്ലസ് 1 5 5 പ്ലസ് 4 9. -8 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ -7. -7 പ്ലസ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും ആൻസർ? -5. ഇതാണ് എ ബി എന്നുള്ള മെട്രിക്സ്. ഇനി അതിൻ്റെ ട്രാൻസ്പോസ് ആണ് എടുക്കേണ്ടത്. ബ്രാക്കറ്റിൽ തന്നേക്കണം ആദ്യം കണ്ടിട്ട് വേണം ട്രാൻസ്പോസ് എടുക്കാൻ. എ ബി എന്നുള്ള മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ്, അതായത് എ ബി എന്നുള്ള മെട്രിക്സ് ഇതാണ്. ഇതിൻ്റെ റോസും കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്യണതാണ് ട്രാൻസ്പോസ്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമായിട്ട് എഴുതാം, സെക്കൻഡ് റോ സെക്കൻഡ് കോളമായിട്ട് എഴുതാം. നമുക്ക് എൽ എച്ച് എസ് കിട്ടി. പിന്നെ ആർ എച്ച് എസ് ഇതേപോലെ തന്നെ നോക്കണം. അപ്പോൾ ആർ എച്ച് എസിൽ ആദ്യം എന്തൊക്കെയാണ് തന്നേക്കണേന്ന് നോക്കുക. ബി ട്രാൻസ്പോസ് കണ്ടിട്ട് വേണം എ ട്രാൻസ്പോസ് കണ്ട് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പോൾ ആദ്യം എഴുതേണ്ടത് ബി ട്രാൻസ്പോസ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് എ ട്രാൻസ്പോസ് ആയിട്ട് ഇൻറ്റു ചെയ്യേണ്ടത്. അപ്പോൾ ബി റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യണതാണ് ബിയുടെ ട്രാൻസ്പോസ്. എന്ത് വരും? ബി ട്രാൻസ്പോസ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമായിട്ട് എഴുതാം, സെക്കൻഡ് റോ സെക്കൻഡ് കോളമായിട്ട് എഴുതാം, തേർഡ് റോ തേർഡ് കോളമായിട്ട് എഴുതാം. അപ്പോൾ ബി ട്രാൻസ്പോസ് ആദ്യം എഴുതി, എന്നിട്ട് വേണം എ ട്രാൻസ്പോസ് എഴുതാൻ. എ ട്രാൻസ്പോസ് എഴുതുമ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമായിട്ട് എഴുതാം 2 3 1. സെക്കൻഡ് റോ സെക്കൻഡ് കോളമായിട്ട് എഴുതാം. ക്ലിയർ ആയല്ലോ? ബി ട്രാൻസ്പോസ് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ മെട്രിക്സ് അവിടെ എഴുതുക. എ ട്രാൻസ്പോസ് എ തന്നിട്ടുണ്ട്, റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്ത് എ ട്രാൻസ്പോസ് ചെയ്ത് എന്നിട്ട് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോ കോളം ബേസ് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇപ്പോൾ എന്ത് വരും? 1 × 2 പ്ലസ് 1 × 3 പ്ലസ് 2 × 1. അടുത്ത കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 4 പ്ലസ് 1 × 1 പ്ലസ് 2 × 2. അടുത്ത റോ ആയിട്ട് വരുമ്പോൾ എന്ത് വരും? -2 × 2 പ്ലസ് 1 × 3 പ്ലസ് 1 × 1.
അടുത്ത കോളമായിട്ട് വരുമ്പോൾ -2 × 4 പ്ലസ് 1 × 1 പ്ലസ് 1 × 2. എന്ത് കിട്ടും ആൻസർ? 1 × 2 2 പ്ലസ് 3 പ്ലസ് 2 4 പ്ലസ് 1 പ്ലസ് 4 -4 പ്ലസ് 3 പ്ലസ് 1 -8 പ്ലസ് 1 പ്ലസ് 2 എത്ര കിട്ടും? ഇത് ആഡ് ചെയ്യുമ്പോൾ 7, ഇത് ആഡ് ചെയ്യുമ്പോൾ 9, ഇത് ആഡ് ചെയ്യുമ്പോൾ 0, ഇത് ആഡ് ചെയ്യുമ്പോൾ -5. ഇപ്പോൾ RHS നമുക്ക് കിട്ടി. രണ്ടും സെയിം മെട്രിക്സ് ആണോ നോക്കി. 7 9 0 -5 സെയിം തന്നെയല്ലേ കിട്ടിയേക്കണത്. അപ്പോൾ ഫ്രം 1 and 2, ഫ്രം ഇക്വേഷൻ 1 and ഇക്വേഷൻ 2, AB all transpose equal to B transpose into A transpose. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോണത് എന്താണ് സിമെട്രിക് മെട്രിക്സ് എന്നാണ്. ഇപ്പോൾ ട്രാൻസ്പോസും അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസാണ് നമ്മൾ പറഞ്ഞത്. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. അതിനെ ബേസ് ചെയ്ത് 4 പ്രോപ്പർട്ടീസും ഉണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ എന്താണ് സിമെട്രിക് മെട്രിക്സ് എന്നാണ്. Symmetric matrix. Symmetric matrix ആണെന്നുണ്ടെങ്കിൽ ഇഫ് A ട്രാൻസ്പോസ് ഈക്വൽ ടു A, ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ സെയിം മെട്രിക്സ് തന്നെയാണ് കിട്ടുന്നത് എങ്കിൽ then A ഈസ് കോൾഡ് സിമെട്രിക് മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ ആ മെട്രിക്സിന് സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഒരു A എന്നുള്ള മെട്രിക്സ് തന്നിരിക്കുന്നത് 2 1 3 1 4 5 3 6 3 5 6. ഇതിൻ്റെ ട്രാൻസ്പോസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. A എന്നുള്ള മെട്രിക്സ് തന്നിട്ടുണ്ട്. A ട്രാൻസ്പോസ് എന്ത് വരും? റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്തതാണ് ട്രാൻസ്പോസ്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമായിട്ട് എഴുതാം, സെക്കൻഡ് റോ സെക്കൻഡ് കോളമായിട്ട് എഴുതാം, തേർഡ് റോ തേർഡ് കോളമായിട്ട് എഴുതാം. അപ്പോൾ ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി കമ്പയർ ചെയ്ത് നോക്കി, ഇത് ഈ സെയിം മെട്രിക്സ് തന്നെയല്ലേ നമുക്ക് കിട്ടിയേക്കണത്. 2 1 3 1 4 5 3 5 6 സെയിം മെട്രിക്സ്, അതായത് A തന്നെയാണ് കിട്ടിയേക്കണത്. അപ്പോൾ അതുകൊണ്ട് ഈ മെട്രിക്സിന് എന്ത് പറയാം? സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. ദെർഫോർ A ഈസ് എ സിമെട്രിക് മെട്രിക്സ്. ക്ലിയർ ആയോ എന്താണ് സിമെട്രിക് മെട്രിക്സ് എന്നുള്ളത്? ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ സെയിം മെട്രിക്സ് തന്നെ കിട്ടണമെങ്കിൽ അതിന് സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. സെക്കൻഡ് വൺ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്, അതായത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഇഫ് A ട്രാൻസ്പോസ് ഈക്വൽ ടു നെഗറ്റീവ് A കിട്ടണമെങ്കിൽ സെയിം മെട്രിക്സ് തന്നെയാണ്, പക്ഷേ സൈനിൽ വ്യത്യാസമുണ്ട്. അതായത് എലമെൻറ്റ്സ് സെയിം ആണ്, സിമ്പലിൽ വ്യത്യാസമുണ്ട്. നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നേക്കുന്നതാണ്. നെഗറ്റീവ് A കിട്ടണമെങ്കിൽ ആ മെട്രിക്സിന് then A ഈസ് കോൾഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മെട്രിക്സ് B എന്നുള്ള മെട്രിക്സ് തന്നേക്കുന്നത് 0 2 -3 -2 0 4 3 -4 0. ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ട്രാൻസ്പോസ് ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് എന്ത് വരും? B എന്നുള്ള മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമായിട്ട് എഴുതാം, സെക്കൻഡ് റോ സെക്കൻഡ് കോളമായിട്ട് എഴുതാം, തേർഡ് റോ തേർഡ് കോളമായിട്ട് എഴുതാം. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയേ. എലമെൻറ്റ്സ് എല്ലാം സെയിം ആണ്. 2ന് പകരം -2, -3ക്ക് പകരം +3, -2ന് പകരം +2 0, 4ന് പകരം -4, 3ക്ക് -4, -4ന് 4. സൈനിൽ വ്യത്യാസമുണ്ട്. അതായത് ഇതിൻ്റെ നെഗറ്റീവ് മെട്രിക്സ് ആണ് കിട്ടിയേക്കുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു -B. നമ്മൾ പറഞ്ഞു ട്രാൻസ്പോസ് എടുത്താൽ ആ മെട്രിക്സിൻ്റെ നെഗറ്റീവ് കിട്ടണമെങ്കിൽ അതിന് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. ദെർഫോർ B ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്.
ക്ലിയർ ആയോ എന്താണ് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും എന്ന് പറഞ്ഞാൽ? അപ്പോൾ ട്രാൻസ്പോസ് പഠിച്ചു നമ്മൾ. റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്തിരുന്ന മെട്രിക്സ് ആണ് സിമെട്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെട്രിക്സിനെ ട്രാൻസ്പോസ് എടുത്താൽ സെയിം മെട്രിക്സ് തന്നെ വന്നാൽ അതിനെ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ആ മെട്രിക്സിൻ്റെ തന്നെ നെഗറ്റീവാണ് വന്നതെങ്കിൽ അതിനെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. ഇതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലം നോക്കാം. Fourth question, for the matrix capital A is equal to matrix 2, 4, 5, 6. Verify that A plus A transpose is a symmetric matrix. A plus A transpose is a symmetric matrix. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. നമുക്ക് സിമെട്രിക് ആണെന്ന് കാണിക്കേണ്ടത് എ അല്ല, എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ് സിമെട്രിക് ആണെന്ന് കാണിക്കേണ്ടത്. അപ്പോൾ ഏതാണോ സിമെട്രിക് ആണെന്ന് കാണിക്കേണ്ടത് ആ മെട്രിക്സ് ആദ്യം കണ്ടുപിടിക്കണം. അതായത് എ പ്ലസ് എ ട്രാൻസ്പോസ് കാണാം. എ പ്ലസ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ എന്നുള്ള മെട്രിക്സ് 2, 4, 5, 6 ആണ്. പ്ലസ് എ ട്രാൻസ്പോസ് എന്തോരം റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ 2, 4, 5, 6 ഇതാണ് എ ട്രാൻസ്പോസ്. അത് തമ്മിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 + 2 4, 4 + 5 9, 9 12. ഇതാണ് നമ്മളുടെ എ പ്ലസ് എ ട്രാൻസ്പോസ് എന്നുള്ള മെട്രിക്സ്. ഈ മെട്രിക്സ് ആണ് സിമെട്രിക് ആണെന്ന് കാണിക്കേണ്ടത്. ഏത് മെട്രിക്സ് ആണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് അതിൻ്റെയാണ് ട്രാൻസ്പോസ് എടുക്കേണ്ടത്. അതായത് എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആണെന്ന് കാണിക്കാൻ ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ് എടുക്കേണ്ടത്. എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ് സിമെട്രിക് ആണെന്ന് കാണിക്കേണ്ടത്. അപ്പോൾ എ പ്ലസ് എ ട്രാൻസ്പോസ് എന്നുള്ള മെട്രിക്സ് നമുക്ക് കിട്ടി. അതിൻ്റെ ട്രാൻസ്പോസ് അതായത് അതിൻ്റെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യുക. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമായിട്ട് എഴുതാം, സെക്കൻഡ് റോ സെക്കൻഡ് കോളമായിട്ട് എഴുതാം. അങ്ങനെ നമ്മൾ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഈ സെയിം മെട്രിക്സ് തന്നെയല്ലേ കിട്ടിയത്. അതായത് എ പ്ലസ് എ ട്രാൻസ്പോസ് തന്നെയാണ് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് അതെന്താണെന്ന് പറയാം? സിമെട്രിക് ആണെന്ന് പറയാം. ദെയർഫോർ എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് എ സിമെട്രിക് മെട്രിക്സ്. ക്ലിയർ ആയോ? പ്രത്യേകം ശ്രദ്ധിക്കണം. എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ് സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റുന്നത്, അല്ലാണ്ട് എ അല്ല. അപ്പോൾ ഏത് മെട്രിക്സ് ആണോ നമുക്ക് സിമെട്രിക് ആണെന്ന് കാണിക്കേണ്ടത് ആ മെട്രിക്സ് ആദ്യം കണ്ടുപിടിച്ച് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ വേണം ട്രാൻസ്പോസ് എടുക്കാൻ. അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഈ സെയിം തന്നെ വന്നാൽ അതിനെന്ത് പറയും? സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് പ്രോബ്ലം. എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഒരു മെട്രിക്സ് തന്നിട്ട് അതിന് സിമെട്രിക്കിൻ്റെയും സ്ക്യൂ സിമെട്രിക്കിൻ്റെയും സമ്മായിട്ട് എഴുതാൻ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ഒരു പ്രോബ്ലമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 5th ക്വസ്റ്റ്യൻ, express capital A is equal to 2 minus 3 1, 4 minus 2 5, minus 1 3 2 as the sum of a symmetric and skew symmetric matrix. Skew symmetric matrix. ഒരു മെട്രിക്സ് തന്നിട്ട് ഏത് മെട്രിക്സ് തന്നാലും അതിന് ഒരു സിമെട്രിക്കിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ സമ്മായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഏത് മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എക്സ്പ്രസ് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളുടെ തന്നേക്കുന്ന മെട്രിക്സ് ക്യാപിറ്റൽ എ ആണ്. അതിന് ഒരു സിമെട്രിക് പി എന്നുള്ള മെട്രിക്സ് സിമെട്രിക് ആണ്. ക്യൂ എന്നുള്ള മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെ സമ്മായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അതായത് എ ഈസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ എന്ന് എഴുതാം. വേർ പി ഈസ് സിമെട്രിക് ആൻഡ് ക്യൂ ഈസ് സ്ക്യൂ സിമെട്രിക്. പി സിമെട്രിക്കും ക്യൂ സ്ക്യൂ സിമെട്രിക്കും ആണെന്ന് നമ്മൾ കാണിക്കണം. കാണിച്ചിട്ട് ആ മെട്രിക്സ് ആഡ് ചെയ്ത് എന്ത് കിട്ടും എന്ന് കാണിക്കുക, എ എന്നുള്ള മെട്രിക്സ് കിട്ടും എന്ന് കാണിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പി എന്നുള്ള മെട്രിക്സ് എപ്പോഴും എടുക്കാറുള്ളത് ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ്.
നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ ചെയ്തായിരുന്നു എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ പി എന്നുള്ള മാട്രിക്സ് നമ്മൾ എടുക്കേണ്ടത് ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്നാണ്. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ എന്നുള്ള മാട്രിക്സ് ഏതാണ്? 2 -3 1 4 -2 5 -1 3 2 ഇതാണ് എ എന്നുള്ള മാട്രിക്സ്. പ്ലസ് എ ട്രാൻസ്പോസ് എഴുതണം. എയുടെ റോസും കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്യണതാണ് എ ട്രാൻസ്പോസ്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമായിട്ട് എഴുതുക, സെക്കൻഡ് റോ സെക്കൻഡ് കോളമായിട്ട് എഴുതുക, തേർഡ് റോ തേർഡ് കോളമായിട്ട് എഴുതുക. ഇത് നമ്മൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യണം. വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 2 + 2 4 -3 + 4 എന്ന് പറഞ്ഞാൽ 1 1 - 1 0 4 - 3 1 -2 -2 -4 5 + 3 8 -1 + 1 0 3 + 5 8 2 + 2 4. ഇതിൻ്റെ ഹാഫ് എല്ലാത്തിൻ്റെയും പകുതി ബൈ 2 ചെയ്യുമ്പോൾ കിട്ടണതാണ് ഹാഫ് എന്ന് പറഞ്ഞാൽ. 4/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. 1/2 കറക്റ്റായിട്ട് പോകില്ല, അതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതാം. 0/2 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇവിടെ 1/2 -4/2 എന്ന് പറഞ്ഞാൽ -2 ആണ്. 8/2 എന്ന് പറഞ്ഞാൽ 4 ആണ്. നെക്സ്റ്റ് 0/2 0 ആണ്. 8/2 എത്ര വരും? 4 4/2 2. ഇതാണ് പി എന്നുള്ള മെട്രിക്സ് നമുക്ക് കിട്ടിയേക്കണത്. ഈ പി സിമെട്രിക് ആണെന്നാണ് കാണിക്കേണ്ടത്. ആദ്യം തന്നേക്കുന്ന മെട്രിക്സ് സിമെട്രിക് ആണെന്ന് കാണിക്കണം. സിമെട്രിക് ആവണമെങ്കിൽ ട്രാൻസ്പോസ് എടുക്കണ്ടേ? അതായത് പിയുടെ ട്രാൻസ്പോസ് എടുത്തേ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമായിട്ട് എഴുതി, സെക്കൻഡ് റോ സെക്കൻഡ് കോളമായിട്ട് എഴുതി, തേർഡ് റോ തേർഡ് കോളമായിട്ട് എഴുതി. കമ്പയർ ചെയ്തേ പി തന്നെയല്ലേ? 2 1/2 0 1/2 -2 4 0 4 2 എന്നുള്ളത് പി എന്നുള്ള മെട്രിക്സ് തന്നെയാണ്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ സെയിം മെട്രിക്സ് കിട്ടണമെങ്കിൽ അതെന്താണെന്നാണ് നമ്മൾ പഠിച്ചേക്കണത്? സിമെട്രിക് ആണെന്നാണ് പഠിച്ചേക്കണത്. ഇനി എന്ത് കണ്ടുപിടിക്കണം? ക്യൂ എന്നുള്ളത് സ്ക്യൂ സിമെട്രിക് ആണെന്ന് കൂടി കാണിക്കണം. അപ്പോൾ ക്യൂ നമ്മൾ എപ്പോഴും എടുക്കണത് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എയും എ ട്രാൻസ്പോസ് നമുക്കറിയാം. അത് തമ്മിൽ എങ്ങനെ വേണം ചെയ്യാൻ? മൈനസ് ആണ് ചെയ്യേണ്ടത്. അതായത് 2 - 2. എ എന്നുള്ള മെട്രിക്സ് 2 - 3 1 4 - 2 5 -1 3 2. എ ട്രാൻസ്പോസ് എന്ത് വരും? 2 - 3 1 4 - 2 5 -1 3 2. ഇത് തമ്മിൽ മൈനസ് ചെയ്ത് കിട്ടുന്നതിൻ്റെ ഹാഫ് എന്നാണ് മീനിങ്. ഹാഫ് ഇൻറ്റു എത്ര കിട്ടും? 2 - 2 0 -3 -4 -7 1 -1 +1 ആവും 2 വരും. 4 -3 എത്ര വരും? 7 -2 -2 എന്ന് പറഞ്ഞാൽ 0 5 -3 2 -1 -1 -2 3 -5 -2 നമ്മൾ നേരത്തെ ചെയ്തേക്കണതാണ് മൈനസ് ചെയ്യാനായിട്ട്. ഇനി ഇതിൻ്റെ ഹാഫാണ് വേണ്ടത്. അപ്പോൾ എന്ത് കിട്ടും? 0/2 എന്ന് പറഞ്ഞാൽ 0 ആണ്. -7/2 കറക്റ്റായിട്ട് പോകില്ല, അങ്ങനെ തന്നെ എഴുതണം. 2/2 എന്ന് പറഞ്ഞാൽ 1. 7/2 കറക്റ്റായിട്ട് പോകില്ല. 0/2 0 2/2 1. നെക്സ്റ്റ് എന്ത് വരും? -1 -1 0. ഇതാണ് നമ്മുടെ ക്യൂ എന്നുള്ള മെട്രിക്സ്. അതെന്താണെന്നാണ് കാണിക്കേണ്ടത്? സ്ക്യൂ സിമെട്രിക് ആണെന്ന്. അതായത് ക്യൂവിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമായിട്ട് എഴുതി, സെക്കൻഡ് റോ സെക്കൻഡ് കോളമായിട്ട് എഴുതാം, തേർഡ് റോ തേർഡ് കോളമായിട്ട് എഴുതാം. ഇത് ക്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയേ. ഇതിൻ്റെ നെഗറ്റീവ് അല്ലേ ഈ തന്നേക്കണത്? വിച്ച് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ക്യൂ. ദർഫോർ ക്യൂ ഈസ് സ്ക്യൂ സിമെട്രിക്. അപ്പോൾ പി എന്നുള്ളത് സിമെട്രിക് ആണെന്നും ക്യൂ എന്നുള്ളത് സ്ക്യൂ സിമെട്രിക് ആണെന്നും കിട്ടി. ഇനി അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എ എന്നുള്ള മെട്രിക്സ് കിട്ടും എന്ന് കാണിക്കണം. അതായത് പിയും ക്യൂവും കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ട്രാൻസ്പോസ് അല്ല പി ആണ് വേണ്ടത്. ഏതാണ് പി എന്നുള്ള മെട്രിക്സ്? 2 1/2 0 1/2 -2 4 0 4 2 പ്ലസ് ഏതാണ് ക്യൂ എന്നുള്ള മെട്രിക്സ്? ട്രാൻസ്പോസ് അല്ല, ക്യൂ ആണ് എടുക്കേണ്ടത്. എടുക്കുമ്പോൾ തെറ്റിപ്പോകരുത്. 0 -7/2 1 7/2 0 1 -1 -1 0. ആഡ് ചെയ്ത് കിട്ടുന്ന മെട്രിക്സ് എത്രയാണെന്ന് നോക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്? 2 + 0 2
1/2 പ്ലസ് -7/2 1/2 പ്ലസ് -7/2 നമുക്കറിയാം ഡിനോമിനേറ്റർ സെയിം ആണ്. ന്യൂമറേറ്റർ സോൾവ് ചെയ്യുമ്പോൾ -7 + 1 എന്ന് പറഞ്ഞാൽ -6 ആണ്. -6/2 എന്ന് പറഞ്ഞാൽ എത്ര വരും? -3. അടുത്തത് 0 + 1 എന്ന് പറഞ്ഞാൽ 1. 1/2 + 7/2 ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുമ്പോൾ അറിയാം ഡിനോമിനേറ്റർ സെയിം ആണ്. ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പോൾ 8/2 8/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. -2 + 0 എന്ന് പറഞ്ഞാൽ -2. 4 + 1 എന്ന് പറഞ്ഞാൽ 5. അടുത്തത് 0 + -1 -1. 4 - 1 3. 2 + 0 2. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കണ എ തന്നെ അല്ലേ നോക്കി. 2 - 3 1. 4 - 2 5. -1 3 2 എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്. അപ്പോൾ എ എന്നുള്ള മെട്രിക്സിന് പി എന്നുള്ള സിമെട്രിക്കിൻ്റെയും ക്യൂ എന്നുള്ള സ്ക്യൂ സിമെട്രിക്കിൻ്റെയും സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാം. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിന് ഷുവറായിട്ട് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.